നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റായ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്നുള്ള യൂണിറ്റിന് കഴിയാറായി. അതിനാൽ അവസാനത്തെ ഒരു വാക്ക്, ദറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് പോളി ഹാലൈഡ് ആനയോൺസ് എന്നൊരു വാക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ദറ്റ് ഈസ് എ comparison of properties of halogens and pseudo halogens taking cyanogen as an example. എന്താണ് സ്യൂഡോ ഹാലജൻ എന്നും എന്താണ് സ്യൂഡോ ഹാലൈഡ് എന്നും എന്തൊക്കെയാണ് ഹാലജൻ സ്യൂഡോ ഹാലജൻ തമ്മിലുള്ള സിമിലാരിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടു കഴിഞ്ഞു. അത്ര അത് വേണ്ടു. ഈ അവസാനത്തെ വാക്കാൻ പറഞ്ഞ് ദാറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് പോളി. സ്ട്രക്ചർ മാത്രമേ പറയുള്ളൂ, പറയുന്ന മറ്റേ കാര്യങ്ങളും പ്രിപ്പറേഷനോ അല്ല റിയാക്ഷനോ അങ്ങനത്തെ യാതൊന്നും പറയുന്നില്ല. പോളി ഹാലൈഡ് അയോൺസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ പോളി ഹാലൈഡ് എന്നുള്ള വാക്ക് നമുക്ക് ഏനാണ് ഹാലൈഡ് എന്ന് പറയാം. പക്ഷെ നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പോളി ഹാലജൻ അയോൺസ് പറഞ്ഞ കാറ്റയോൺ ഉണ്ട്, ആനാൺ ഉണ്ട്. രണ്ടുപേർക്ക് ഉദ്ദേശിക്കുന്നുണ്ടാവുക. സിലബസ് ചിലപ്പോൾ പോളി ഹാലൈഡ് അയോൺ എന്ന് പറഞ്ഞാലും നമ്മൾ രണ്ട് ടൈപ്പ്, ഫോർ എക്സാമ്പിൾ Br(F4+) ഉണ്ട്, Br(F4- ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ICl2+. IBrCl-. ഇങ്ങനെയൊക്കെയുള്ള കാറ്റയോൺസും ആനയോൺസും ഉണ്ട്. എല്ലാത്തിൻ്റെ സ്ട്രക്ചർ ഒരു ജനറൽ സ്ട്രക്ചർ നമുക്ക് മനസ്സിലായി. എല്ലാത്തിൻ്റെ ഏത് സ്ട്രക്ചർ എഴുതാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളതിൽ പഠിച്ചിരിക്കുന്നത് ഇപ്പോൾ IF5 എന്ന് പറഞ്ഞാൽ ഇനി interhalogen compound in the molecular formula AB5 can be written if you know the formula of structure of IF5 പോലെ തന്നെ AB5 അല്ലെങ്കിൽ നമ്മൾ വേറെ പഠിച്ചെന്താണ് ICl3 പഠിച്ചിട്ടുണ്ട്. It is having the structure of any interhalogen compound AB3. പറയുന്നത് മനസ്സിലുണ്ട്. AB3 എന്ന് പറഞ്ഞ സ്ട്രക്ചർ ICl3 ആയാലും IBr3 ആയാലും BrF3 ആയാലും IF3 ആയാലും ഒക്കെ ഒരേ സ്ട്രക്ചർ ആയിരിക്കും, ഒരേ ടൈപ്പ്. കാരണം എന്താണ്, എല്ലാം തമ്മിൽ റിയാക്ട് ചെയ്യുന്ന ഹാലജൻസ് ആണ്. എല്ലാത്തിന്റെയും വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ S2p5 ആണ്. എല്ലാം ഒരേപോലെയാണ് ബോണ്ട് ചെയ്യുന്നത്, യാതൊരു വ്യത്യാസവുമില്ല. മനസ്സിലായില്ലേ? നമ്മൾ BrF3 പഠിച്ചിട്ടില്ലെങ്കിലും BrF3 സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ ICl3 സ്ട്രക്ചർ നമ്മൾ യാതൊരു വ്യത്യാസം. ബിക്കോസ് BrF3 ICl3 AB3 രണ്ടും AB3 വരുന്നുണ്ട്. AB3ക്ക് ഒരു സ്ട്രക്ചർ, ABക്ക് ഒരു സ്ട്രക്ചർ അല്ലേ? എന്തൊക്കെയാണ് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിയാൽ AB എന്ന് പറഞ്ഞ ടൈപ്പ് എന്തായിരിക്കും? AB ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഹാലജൻ. AB Cl2 പോലെ Br2 പോലെ ആയിരിക്കും. പ്രത്യേക സ്ട്രക്ചർ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് AB3 ആണ്. AB3 എന്ന് പറഞ്ഞാൽ വേറെ വ്യക്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് AB3-ല് 7 ഉം 3 ഉം 10 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ? അറൗണ്ട് A, the central atom A, there will be 7 of A, 3 from B, 10 electrons. 10 electron means 5 pairs. 5 pair means sp3 dehybridization. 1 + 3 + 1 അല്ലേ? നമ്മൾ മുമ്പേ പറഞ്ഞിട്ട് പല പ്രാവശ്യം. അപ്പൊ AB3 ടൈപ്പുള്ള ഏത് ICl3 ആയാലും BrF3 ആയാലും IF3 ആയാലും എന്താണ് BrCl3 ആയാലും ഒക്കെ എന്തായാലും ശരി, അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? സ്ട്രക്ചർ ഒരേപോലെ ആയിരിക്കും. sp3 dehybridization. There will be 5 pairs of electrons, of which there will be 3 bond pairs and 2 lone pairs. 3 bond pair എന്ന് പറയുന്നത് 3 B ടൈപ്പ് ആയിട്ടുണ്ട് അല്ലെ? 3 ആയിട്ട് ഒരു പവർ 2 ബോണ്ട് പോയി സ്വാഭാവികമായിട്ടും 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ടായിരിക്കും. സ്ട്രക്ചർ എന്തായിരിക്കും? 2 ലോൺ പെയർ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച സ്ട്രക്ചർ ഇതാ. B A സെന്ററിൽ ഉണ്ടാവും, B and B 3 ബോണ്ട് പെയർ. പിന്നെന്താണ്? 2 ലോൺ പെയർ. സ്ട്രക്ചർ നമ്മൾ BrF3 പഠിച്ചത് അല്ലേ? അതേപോലെ ഏത് ഇന്റർഹാലജൻ കോമ്പൗണ്ടും if it is a 1:3 compound, it will have the same structure AB3. ഇനി AB5 ആണെങ്കിൽ നമ്മൾ IF5 പഠിച്ചിട്ടുണ്ട്. IF5 സ്ട്രക്ചർ എന്താണ്? IF5 എന്ന് പറഞ്ഞാൽ വീണ്ടും ശ്രദ്ധിക്കുക, IF5 7 + 5 12 electrons. 12 electron means 6 pairs. 6 pairs means as sp3 d2 hybridization. sp3d2 എത്ര പേരുണ്ട്? 6 പേർ ഉണ്ട്. 6 പേഴ്സ് ഉണ്ട്. 12 electrons means 6 pairs. 6 pairs-ൽ there will be 5 bond pairs and 1 lone pair. ആയി നടുക്ക് ഇതാ Cl സ്ക്വയർ പ്ലാനർ. Cl വരണം ഇവിടെ. ഇത് 4 കൂടി സ്ക്വയർ നമ്മൾ വരക്കും, വരത്തില്ല കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് എ സ്ക്വയർ പിരമിഡ്. F and F, and the lone pair of electron will be just below that.
This is a IF5 or any intercalcium compound in the formula AB5. AB7 ആവുമോ pentagonal bipyramid. Pentagonal bipyramid. AB7. അതിൽ all the IF7 എന്ന് പറഞ്ഞാൽ എന്താണ്? AB7. AB7 ആകെ ഒരു കോമ്പൗണ്ട് ഉള്ളൂ നമുക്കറിയാം. ദാറ്റ് ഈസ് IF7 ഐയുടെ 7 7Fന്റെ 7 14 ഇലക്ട്രോൺ 7 പേഴ്സ് 7 ബോണ്ട് പേഴ്സ് ആയിരിക്കും. നോ ലോൺ പെയർ. അതേപോലെ നമുക്ക് ഇതിൽ ഏത് ടൈപ്പ് ഇന്റർഹാലജൻ അയോണിന്റെയും കാറ്റയോൺ ആയാലും ശരി ആനയോൺ ആയാലും ശരി can very simply look into the hybridization as well as the structure. For example, if you take the case of say ICl2 plus or say BRF2 plus or say any compound with the formula AB2 plus. പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് എന്താണ്? ICl2 പ്ലസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? അയഡിന് ചുറ്റും എത്ര പേഴ്സ് ഉണ്ടാവും നോക്കാം. അയഡിന്റെ 7 ഇലക്ട്രോണ്, 2 ക്ലോറിന്റെ 2 ഇലക്ട്രോണ്, പോസിറ്റീവ് ചാർജാണ്, 1 ഇലക്ട്രോൺ കുറക്കുക. That is yes 8. So there will be 4 pairs of electrons around iodine in ICl2 plus. 4 പേഴ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും hybridization? Yes, it will be sp3 hybridization. 4 പേരേ ഉള്ളൂ. sp3 hybridization എന്ന് പറഞ്ഞാൽ എന്താണ്? So you can see yes, iodine will be at the center, 2 chlorines and 2 lone. എത്ര ലോൺ പെയർ ഉണ്ടാവും? മൊത്തം 4 പേരേ ഉള്ളൂ. 2 ബോണ്ട് പെയർ ഉണ്ടാവും. അപ്പോൾ 4 പേരിൽ 2 ബോണ്ട് പേഴ്സ് and 2 ലോൺ പേഴ്സ്. ഇപ്പൊ സ്ട്രക്ചർ നമുക്ക് വരക്കാം. I at the center, chlorine സ്ക്വയർ പൈറാണല്ല, ടെട്രാഹെഡ്രലാണ്. കുറച്ചുകൂടി നല്ലോണം വരച്ചു കഴിഞ്ഞാൽ ടെട്രാഹെഡ്രൽ നമുക്ക് വരക്കണമെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ വരക്കും. പിന്നെന്താണ്? ബാക്കി 3 താഴോട്ടാണ്. ഒരു ലോൺ പെയർ, ഒരു ക്ലോറിൻ. ഇതാണ് കൂടുതൽ ശരി. ഇങ്ങനെ വരച്ചാൽ കണ്ടാൽ പെട്ടെന്ന് സ്ക്വയർ പൈറാണെന്ന് തോന്നും. അങ്ങനെ വരക്കരുത്. ഇതായിരിക്കും ICl2 പ്ലസിന്റെ സ്ട്രക്ചർ. ഇനി നമ്മൾ മറ്റേ വിധത്തിൽ ആലോചിച്ച് നമ്മളെ ഇലക്ട്രോൺ എണ്ണൊക്കെ വെച്ച് ആലോചിച്ച് വന്നാൽ അത് തന്നെ കിട്ടും. നമുക്ക് നോക്കാം. See, you can see that ICl2 plus ആദ്യം അയഡിൻ വരക്കുക. S2 പല പ്രാവശ്യം നമ്മൾ വരച്ചു കഴിഞ്ഞു. വീണ്ടും വരയ്ക്ക് നിങ്ങൾക്ക് അത് ഓർമ്മയിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അയഡിൻ 1 2 3 4 5 6 7 S2P5. ഇനി എന്താണ്? ഇത് ഡി ആണ്. ഇത് എസ്, ഇത് പി, ഇത് ഡി. ഡിയിൽ 5 കല്യാണം വരച്ചേക്ക് ആവശ്യമില്ല നമുക്ക്. ഓക്കെ, ഇവിടെ അയഡിൻ ആരാണ് ക്ലോറിനായിട്ട് ബോണ്ട് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ ദിസ് ICl2 plus can be as considered as formed by I plus and 2 chlorine atoms. I പ്ലസും 2 ക്ലോറിൻ. നേരത്തെ ICl3 ആണെങ്കിൽ ഐയും 3 ക്ലോറിൻ ആറ്റമാണ് ചേരുന്നത്. BRF5 ആണെങ്കിൽ ബ്രോമിനും 5 ഫ്ലൂറിൻ ആറ്റമാണ് ചേരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ICl2 plus ആകുമ്പോൾ I അല്ല, I plus റിയാക്ട് ചെയ്യുന്ന I plus and 2 chlorine atoms അല്ലേ? എന്നാൽ ഇത് ICl2 plus ആയിട്ട് പോസിറ്റീവ് ചാർജ്. അയഡിന്റെ മുകളിൽ ഇലക്ട്രോൺ പോയി. അപ്പൊ എന്താണ്? അയഡിന്റെ മുകളിൽ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. ദിസ് ഈസ് I plus. ഇത് I plus ആണ് അല്ലേ? ഇനി I പ്ലസിന്റെ കൂടെ എന്ത് ചെയ്യുക? 2 ക്ലോറിന്റെ മുകളിലുള്ള 1 ഇലക്ട്രോൺ, മറ്റേ ക്ലോറിന്റെ മുകളിലുള്ള ഇതാ. ഈ 2 ഇലക്ട്രോൺ എന്താവുന്നത്? 2 ക്ലോറിന് ഷെയർ ചെയ്യും. മനസ്സിലായില്ലേ? 2 കാലം ഷെയർ ചെയ്ത് ഇപ്പൊ എന്തായി? ഇതാ തീർന്നു. വേറെ പേരൊന്നുമല്ല. ഇതാ ദിസ് ഈസ് sp3 hybridization with 2 bond pairs and 2 lone pairs. 2 bond pairs and 2 lone pairs. 2 lone pairum 2 bond pair. ICl2 plus. ഇതിന്റെ ജോമെട്രി ടെട്രാഹെഡ്രൽ പറയുന്നത് എന്താണ്? it is just like നമുക്ക് വളരെ പരിചയമുള്ള മോളിക്യൂൾ പോലെയാണ്, വാട്ടർ പോലെയാണ്. വാട്ടർ ഹാസ് ഓക്സിജൻ അറ്റ് ദി സെന്റർ, 2 hydrogens and 2 lone pairs. ബെൻഡ് മോളിക്യൂൾ. പിന്നെ ഏകദേശം വാട്ടർ പോലെ തന്നെയാണ്. ഇത് O, ഇവിടെ H, ഇവിടെ H. ഓക്സിജൻ ചുറ്റും 4 പേഴ്സ്, 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. ഇവിടെ അയഡിൻ ചുറ്റും 4 പേഴ്സ്, 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. No difference. Okay, that is a sp3 hybridization. What type of
bond angle will be if it is perfect tetrahedron, it is 109 degrees 28 minutes, and due to the greater repulsion between the lone pair and lone pair, this bond angle will be slightly less than the typical tetrahedral bond angle. 109 കുറവായിരിക്കും. നമുക്കറിയാം വാട്ടറിലെ ബോണ്ട് ആംഗിൾ 109 അല്ല 104.5 ആണ് വാട്ടറിലെ ബോണ്ട് പഠിച്ചിട്ടുണ്ടാകില്ല. അതേപോലെ ഇത് 109 കുറഞ്ഞ ഒരു ആംഗിൾ ആയിരിക്കും. ആംഗിൾ എന്ന് ഓർത്ത് കണ്ടാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 109 degrees. It may be say 108 or 107. That is due to the greater lone pair repulsion compared to either lone pair bond pair or bond pair repulsion. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Okay, that is a ICl2 plus or ICl2 plus പോലെ തന്നെ ഏത് interhalogen cation with a Ab2 plus. Okay, ICl2 plus ആയാലും BrF2 plus ആയാലും വരെങ്കിൽ IBrCl plus ആയാലും എന്തായാലും ശരി ഇതേ സ്ട്രക്ചർ ആയിരിക്കും മനസ്സിലാക്കുക. മൂന്ന് ഹാലജനാണ് ട്രൈ ആറ്റമിക് കാറ്റയോൺ. ഈ സെറ്റിലെ ട്രൈ ആറ്റോമിക് കാറ്റയോൺ മനസ്സിലാണ്ടോ? ട്രൈ ആറ്റമിക് കാറ്റയോൺ ഒന്നും രണ്ടും മനസ്സിലായില്ലേ? എന്താണ് ടെട്രാ ആറ്റമിക് കാറ്റയോൺ ഒന്നും നാലും ആയിരിക്കും. രണ്ടുപേര് യോജിക്കുന്ന അങ്ങനത്തെ അയോൺസ് വളരെ കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സെൻട്രൽ ആറ്റവും അതിന് ചുറ്റും കുറച്ചായിട്ടാണ്. സെൻട്രൽ ആറ്റം എപ്പോഴും ഹെവിയർ ഹാലജൻ ആയിരിക്കും, അതിന് ചുറ്റുമുള്ളത് ലൈറ്റർ ഹാലജൻ ആയിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. IF7 എന്നല്ലാണ്ട് I7 ഒരിക്കലും ഉണ്ടാവില്ല. IF7 IF5 ഇപ്പോഴുള്ളത് വലിയ ആറ്റം, വലിയ ഹാലജൻ or the higher heavier halogen. മറ്റേ ഭാഗത്തിൽ വലസൈഡിലുള്ളത് ലൈറ്റർ ഹാലജൻ. അങ്ങനെ ഉണ്ടാകും. തിരിച്ചൊന്നും എഴുതി പോയത് ഒരിക്കലും. ഓക്കെ, so this is a ICl2 plus any cation with a Ab2 plus. ഇനിയിപ്പോൾ Ab2 മൈനസ് ആണെങ്കിൽ വ്യത്യാസം ഉണ്ടാവുക. Ab2 മൈനസ് ഇതേ സ്ഥലത്ത് തന്നെ Ab2 മൈനസ് എന്നിട്ട് അപ്പോൾ ICl2 മൈനസ് എന്ന് വെച്ചത് ICl2 മൈനസ് അല്ലെങ്കിൽ IBr ഇങ്ങനെയൊക്കെ എഴുതിയാൽ നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടാൻ പാടില്ല. ICl2 മൈനസ് പോലെ തന്നെയാണ് ICl2 മൈനസ് or BrF2 മൈനസ്. അതേപോലെ തന്നെയാണ് IBrCl മൈനസും. യാതൊരു വ്യത്യാസമില്ല. അതിപ്പോൾ ഓർമ്മിക്കണം. IBrCl ഒരു അയഡിന് ഒരു ബ്രോമിനായാലും ക്ലോറിനായാലും അയഡിനായാലും ഫ്ലോറിനായാലും എല്ലാത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നേ ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ബോണ്ടിങ് നേച്ചർ ഒരേപോലെ ആയിരിക്കും. യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. ദാറ്റ് ഈസ് സിമിലർ ടു ICl2 മൈനസ്. ICl2 മൈനസ് എത്ര ഇലക്ട്രോൺ നമുക്ക് കണക്കൂട്ടി കണ്ടുപിടിക്കുക. ആദ്യം എത്രയാണ്? 7. ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഫോംഡ് ആനയോൺ ആണ്. അപ്പൊ ഫോം ചെയ്യുന്നത് ഒരു I മൈനസും 2 ക്ലോറിൻ ആറ്റവും. നേരത്തെ ഒരു I പ്ലസും 2 ക്ലോറിൻ ആറ്റവും. ഇപ്പൊ ഒരു I മൈനസും 2 ക്ലോറിൻ ആറ്റമാണ് അല്ലേ? ഒരു I മൈനസും ഒരു Br-ഉം ഒരു Cl-ഉം. ഒരു Br മൈനസും 2 F ആറ്റവും. അങ്ങനെ മെയിൻ ചെയ്യാം. സെൻട്രൽ ആറ്റത്തിന്റെ നമ്മൾ ചാർജ് കൺസിഡർ ചെയ്ത് അത് ഏറ്റവും എളുപ്പം. മറ്റൊരു കൺസിഡർ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ചൊരു കോംപ്ലിക്കേഷൻ. അത് വളരെ സിമ്പിളാണ്. ആകെ ഇലക്ട്രോൺ എല്ലാം നമുക്ക് നോക്കണ്ടോ? മൊത്തത്തിൽ ഇലക്ട്രോൺ കൊട്ടണമെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചാർജ് കോമ്പൻസേറ്റ് ചെയ്യണം. അതെപ്പോഴും ദ ചാർജ് ഈസ് സപ്പോസ് ടു ബി അറ്റ് ദി സെൻട്രൽ ആറ്റം. സോ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് say I minus and 2 chlorine atoms. This is I minus and 1 bromine atom and 1 chlorine atom. This is Br minus and 2 fluorine atoms. എല്ലാത്തിനും ഒരേപോലെ, യാതൊരു വ്യത്യാസമില്ല. ഒരു ഹാലൈഡ് അയോണും 2 ഹാലജൻ ആറ്റവും. ഒരു ഹാലൈഡ് അയോണും 2 ഹാലജൻ ആറ്റവും. ഒരു ഹാലൈഡ് അയോണും 2 ഹാലജൻ ആറ്റവും. ഇവിടെയും ഒരു ഹാലൈഡ് അയോണും 2 ഹാലജൻ ആറ്റവും. ജനറൽ ഫോർമുല വിൽ ബി Ab2 minus or ABC minus. No problem. ABC minus. അപ്പോൾ Ab2 minus ആണ്. B2 വരെ C ആയി പോയി എന്നൊരു സ്ഥലത്ത് ഇങ്ങനെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഇവിടെ 7 അല്ല 8. I മൈനസ് ആണ്. ശ്രദ്ധിക്കുക. I പ്ലസ് നമ്മൾ 6 എടുക്കുക. I ആകുമ്പോൾ 7, I മൈനസ് ആകുമ്പോൾ 8 ഇലക്ട്രോൺ ഉണ്ടാവും. അതിൻ്റെ ഇലക്ട്രോൺ കൂടെ 7 1 8. ഇതിൻ്റെ കൂടെയോ 2. ഇത്രയാണ് 10 ഇലക്ട്രോൺ ഉണ്ട്. ഇത്രയാണ് 5 പേഴ്സ് ആണ്. 5 പേഴ്സ് ഉടനെ എന്താ ഹൈബ്രിഡൈസേഷൻ sp3. എല്ലാം പെട്ടെന്ന് sp3d2 2 ഇതാ. ശ്രദ്ധിക്കുക. sp3d2 ഹൈബ്രിഡൈസേഷൻ. സോറി sp3d d2 അല്ല. 5 ഉള്ളൂ. 1 3 4 1 5. sp3d. The iodine is at the center and we have 2 5 പേഴ്സിൽ ശ്രദ്ധിക്കുക. 5 പേഴ്സിൽ 2 ബോണ്ട് പെയറും 3 ലോൺ പെയർ വരും അല്ലേ? 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും. So there are totally 5 pairs of electron. Only 2 bond pairs. ഈ 2 എന്ന് കിട്ടുന്നത് ICl2 2 ക്ലോറിൻ ഉള്ളൂ. അപ്പോൾ 2 എണ്ണത്തിൽ അടിയിൽ 2 ആറ്റമായിട്ട് ബോണ്ടിങ് ഉള്ളൂ. അപ്പോൾ 2 ബോണ്ട് പെയർ ഉണ്ടാവും. ബാക്കി 3 ലോൺ പെയർ ആയിരിക്കും. We can see that
ClS 1 2 3. So we can see as 3 lone pairs in a plane. So we can see that ICl2 minus is a linear molecule. ICl2 minus is a linear molecule. ICl2 plus is a അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, ശ്രദ്ധിക്കുക. അപ്പം പറഞ്ഞെന്താണ് ICl2 പ്ലസ് ആവുമ്പോൾ ശ്രദ്ധിക്കുക, ICl2 പ്ലസിൽ I എന്താണ് ലോൺ പെയർ, വേറെ ലോൺ പെയർ, ഒരു ക്ലോറിൻ. So ICl2 plus is a bent molecule with almost an angle of less than 109 degrees 28 minutes. ICl2 plus that is a linear molecule. So ICl2 plus ആണ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടതാണ്. ICl2 plus, this is a ICl2 minus or any interhalogen anion with a formula AB2 minus. AB2 minus ഇവിടെ ABC minus ആവാം, ABC minus പോലുള്ളത്. It is a linear structure. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സിൽ നമ്മൾ BrF3 ClF3 ഒക്കെ സ്ട്രക്ചർ എടുത്തിട്ടുണ്ട്. ClF3 സ്ട്രക്ചർ എന്തായിരുന്നു പഠിച്ചത്, അതുകൊണ്ട് നമ്മൾ വരക്കുന്ന സ്ട്രക്ചർ ഉണ്ട്, വരച്ച് കാണിക്കാം. ClF3 CL സെന്ററിൽ 3 F ഉണ്ട്, ഒരു F ഇവിടെ, ഒരു F ഇവിടെ, ഒരു F ഇവിടെ, ഇവിടെയും ലോൺ പെയർ. ഇതായിരുന്നു ClF3 സ്ട്രക്ചർ. ClF3 മനസ്സിലുണ്ടോ? നമ്മൾ നേരത്തെ കണ്ടിട്ട് T ഷേപ്പിലാണ്. ഈ രണ്ട് ഫ്ലൂറിൻ ആറ്റം സ്ലൈറ്റ്ലി bent towards the fluorine atom, making the bond slightly less than 90 degrees because of the greater repulsion from the lone pairs എന്നൊക്കെ നമ്മൾ 2-3 ക്ലാസ് മുമ്പേ കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ, അല്ലേ? ശ്രദ്ധിക്കുക, ഇത് ClF3 മോളിക്യൂൾ, ഇത് ClF2, ICl2 പോലെ തന്നെ ആയിരിക്കും. എന്താണ് ClF2 മൈനസ്, ClF2 മൈനസ്. ഇത് ClF3, ഇത് ClF2 മൈനസ്. എങ്ങനെയാണ് ClF2 മൈനസ് ഉണ്ടാകുന്നത്? ClF3യിൽ നിന്ന് ഒരു F പ്ലസ് പോയാൽ, ശ്രദ്ധിക്കുക, ClF3യിൽ നിന്ന് ഒരു ഫ്ലൂറിൻ പ്ലസ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് പോയിരിക്കും. ബാക്കി എന്താ ഉണ്ടാവുക? ClF2 മൈനസ് ആയിരിക്കും, അല്ലേ? ClF3 ഇമാജിൻ ചെയ്യുന്നതാണ്. ClF3 മൈനസ് F പ്ലസ് വിൽ ഗിവ് ClF2 മൈനസ്. ഇവിടുന്ന് F പ്ലസ് പോകാന്ന് പറഞ്ഞാൽ F ലീവിംഗ് ദാറ്റ് ഇലക്ട്രോൺ. അപ്പൊ എന്താണ്, ഈ ഇലക്ട്രോൺ വേറും ഇതാവും. അപ്പൊ എന്തായി? ClF2 ആയി. ICl2 പോലെ തന്നെയായി, യാതൊരു വ്യത്യാസമില്ല. മനസ്സിലായിട്ട് പറയുന്നത്? അപ്പോഴേ നമ്മളൊരു ഇന്റർഹാലജൻ കോമ്പൗണ്ടിൽ നിന്ന് അതിന്റെ കറസ്പോണ്ടിങ് കേറ്റാണോ ഏനാണോ ഉണ്ടാകുന്നത് ഇമാജിൻ ചെയ്താലും നമുക്ക് അതിന്റെ സ്ട്രക്ചർ കിട്ടും. പറയുന്ന പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് ICl3 എന്നുള്ള മോളിക്കൂളാണ്. ഇതിപ്പോ ICl2 മൈനസ് ആണ്. ഇത് ICl3 എന്നുള്ള മോളിക്കൂൾ ഉണ്ടാകുന്ന വിചാരിക്കും. ICl3 എന്നുള്ള മോളിക്കൂളായി മാറണം എന്ത് വേണം? ICl2 കൂടി ഒരു Cl പ്ലസും കൂടി ചേരണം. ഒരു Cl പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോറിൻ ആറ്റം വിത്ത് 6 ഇലക്ട്രോൺസ്. ഒരു ക്ലോറിൻ ആറ്റം കൂടി എവിടെയെങ്കിലും ഒരു മൂലക്ക് വന്ന് ചേരുക. 6 ഇലക്ട്രോൺസും ഇതിന്റെ ഈ 2 ഇലക്ട്രോൺ കൂടി 8 ഇലക്ട്രോൺ ആയതാ. അപ്പൊ എന്തായി മാറിയതാ? അപ്പൊ എന്തായി? ഇത് ICl3 പോലെയായി. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ICl3 നേരത്തെ BrF3 പോലെയായി. ഇതിലൊരു Cl പോയാലോ ICl2 പ്ലസ് ആവും. ക്ലിയർ ആവുന്നുണ്ടോ? അത് കമ്പാരിസൺ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പോഴേ എന്താണ് AB2 പ്ലസും AB2 മൈനസും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി AB3 ഉണ്ടാവില്ല, AB4 ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടതിന്റെ കാരണം വളരെ കൃത്യമായിട്ട്, അല്ലേ? AB3 എന്ന് പറഞ്ഞാൽ ന്യൂട്രൺ മോൾ, AB3 പ്ലസ് ആകുമ്പോൾ നമ്മൾ ഇലക്ട്രോൺ ഓഡായി മാറും. അത് ശരിയാവില്ല, അതുകൊണ്ടാണ് അങ്ങനത്തെ മോളിക്കൂൾ ഇല്ലാത്തത്. ഇനി നമുക്ക് AB4 പ്ലസും AB4 മൈനസും നോക്കാം. AB4 plus is formed by the combination of A plus and 4 B atoms. For example, BrF4 plus. ഞങ്ങളായിട്ട് ചെയ്യുന്നത് ആരും പേരിന് പ്രയോഗിക്കുന്ന ആലോചിച്ചിട്ടാണ്. നിങ്ങളുടെ എന്തെങ്കിലും ശബ്ദം ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത് നമ്മൾ പഠിച്ചില്ല പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒരുപോലെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. AB4 plus, BrF4 plus or IF4 plus അതുപോലെയുള്ള കാറ്റയോൺ. That is formed by A plus and 4 B atoms. A plus has 6 electrons. 7 ആണ്, A plus ആവും 6 ആവും. അത് മൈനസ് ആകലോ, A മൈനസ് ആകലോ
8 ഇലക്ട്രോൺ ആവും 7 പകരം. ഓക്കെ, പ്ലസ് 4 is equal to 10. That is equal to 5 pairs. 5 pairs ഉണ്ട്. 5 pairs ആവുമ്പോൾ എന്താ ഉണ്ടാവുക? sp3d. വീണ്ടും ab4 പ്ലസ് sp3d ആയിരിക്കും. ഈ 5 പെയറിൽ എത്ര ബോണ്ട് പെയർ ഉണ്ടാവും ശ്രദ്ധിക്കുക. 4 ബി ഉണ്ട്. സോ 5 പെയറിൽ എന്തുണ്ടാവും? 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആയിരിക്കും. ഇനി നമുക്ക് സ്ട്രക്ചർ വേണേ വരക്കാം. ഇത് ആരുണ്ടാവും നടക്ക്? ഇപ്പൊ BrF4 ആണെങ്കിൽ Br is placed at the center. There are 4 bond pairs and 1 lone pair. 4 bond pairs and 1 lone pair. F, F, F and F in a plane. Okay. And the lone pair will be placed perpendicular. അതിന്റെ താഴെയാണ് മേലെയാണ് കുഴപ്പമില്ല. ഒരു പ്ലെയിൻ ആണ്. ബ്രോമിൻ നടുക്ക് എസ് 4 ചുറ്റും 4 ഫ്ലോറിൻ മേലെ ഒരു ലോൺ പെയർ. ഇതിപ്പം ICl4 പ്ലസ് ആയാലോ യാതൊരു വ്യത്യാസമില്ല. ICl4 പ്ലസ് എന്ന് പറഞ്ഞാലും ജസ്റ്റ് I നടുക്ക് ഇവിടെ 4 Cl. So you can see that there are 4 bond pairs because there are 4 fluorine atoms and 1 lone pair. Totally 5 pairs. Hybridization is sp3d. That is a square pyramidal arrangement. But since one of the position is occupied by a lone pair, the molecule will have a square planar structure. Isn't it? We are ab4 plus. ഇനിയിപ്പോൾ ab4 മൈനസ് എന്ത് വ്യത്യാസം? അന്നേരം അങ്ങനെ ആലോചിക്കാം. ab4 പ്ലസിൽ ab4 മൈനസിലേക്ക് എന്ത് വ്യത്യാസം ഉണ്ടാവുക? വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ab4 പ്ലസിന്റെ കൂടെ ആറ്റംസ് ഒക്കെ തുല്യമാണ്. 2 ഇലക്ട്രോൺസും കൂടുതൽ ഉണ്ടാവും. കാരണം എന്താണ്? ab4 പ്ലസ് ab4 മൈനസ് ആകുമ്പോൾ ab4 പ്ലസ് ഒരു ഇലക്ട്രോൺ കൂടിയാൽ ab4 ന്യൂട്രലായി, ഒരു ഇലക്ട്രോൺ കൂടി എന്തായി? ab4 മൈനസ് ആയി. മനസ്സിലാണെങ്കിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ കൂടുതലുണ്ട്. ab4 നോക്കിയാൽ തിരിച്ചു നോക്കിയാൽ 7 ഈ പെന്നിങ്ങനെ തുറന്നു വിടുമ്പോൾ ട്രൈ ആയി അവിടെ അടുക്കടക്ക് നിന്നു. സോറി, 7 4 പിന്നെന്താണ്? ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജിന്റെ 7 8 എ മൈനസ് ആണ്. എ മൈനസും 4 ബി ആണ്. ഫൗണ്ട് ബൈ A minus plus 4b, that is 8 plus 4 is equal to 12 electrons equal to 6 pairs. Out of which, yes, there will be 4 bond pairs and 2 lone pair. Isn't it? 4 bond pair, but 5 pair and അവിടെ 6 pair. ഇവിടെ യാതൊരു BrF4 മൈനസ് ആയിരുന്നെങ്കിൽ see BrF4 മൈനസ് ആകുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. BrF4 any interhalogen anion with the formula AB4 will have this structure. It's a square planar structure with the 2 lone pairs in opposite directions. Okay, it is a BrF4. ഇത് പോലെ തന്നെയായിരിക്കും ICl4. യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം AB4 plus is AB4 plus is square planar, AB4 minus also is square planar, no difference. AB4 plus has only 1 lone pair, AB4 minus has 2 lone pairs. That's only the difference. Correct? Clear ആവുന്നുണ്ടോ? അപ്പോൾ അതാണ് AB4ന്റെ സ്ഥിതി. കേറ്റോൺ ആയാലും ആനോൺ ആയാലും. ഈ പറഞ്ഞ ചരിത്രമൊന്നും ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ എയിൽ തുടങ്ങുക, എയിൽ A പ്ലസോ A മൈനസ് ആക്കി മാറ്റുക. എന്നിട്ട് അതിൻ്റെ കൂടെ എത്ര ബി ചേരണം നോക്കുക. അത്രയും ലോൺ പെയർസ് ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ട്രോൺ നമ്മൾ അൺപെയർ ചെയ്യുക. എന്നിട്ട് അത്രയും പെയർസ് കണക്കൂട്ടിയിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ പറയാം, സ്ട്രക്ചർ പറയാം. ഇതിൻ്റെ അങ്ങനെയും പറയാം. അതിലേക്ക് ഒന്ന് പോണോ പോകേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി ലാസ്റ്റ് ആയിട്ട് പറയാം. ഇപ്പോൾ AB4 മൈനസ് ആണ് വിചാരിച്ചത്. അപ്പോൾ AB4 minus is formed by the combination of A minus, isn't it? A minus and 4 B atoms. അത് A minus വരക്കുക. 2 4 6 A minus 8 ഇലക്ട്രോൺസ് ഉണ്ട്. A minus ആണ്. ഫ്ലോറൈഡ് പോലെയോ അയഡൈഡ് പോലെ. Yes, there are 8 electrons. And it has to bond with 4 B atoms. 4 B atoms bond ചെയ്യണമെങ്കിൽ 4 അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ എന്ത് ചെയ്യുക? 2 എണ്ണം ഇവിടുന്ന് 2 പേരിന അൺപെയർ ചെയ്യിക്കും. ഓക്കെ, ഇങ്ങനെയായി. ഇനി എന്ത് വേണം? ഇനി വളരെ സിമ്പിളാണ്. സീ ദാറ്റ് യെസ് 4 ബിയിൽ നിന്ന് വരുന്ന 4 ഇലക്ട്രോൺസ്, 4 ബിയിൽ നിന്ന് വരുന്ന 4 ഇലക്ട്രോൺസിനും കൂടി ഇങ്ങോട്ട് ചേർക്കുക. ഒരു ബി, രണ്ടാമത്തെ ബി, മൂന്നാമത്തെ ബി, നാലാമത്തെ ബി. സി
sp3d2 sp3d2 hybridization. എന്താ സ്ട്രക്ചർ വരുമോ? ഒന്ന് 2 ലോൺ പെയർ 4 ബോണ്ട് പെയർ. രണ്ട് ഈ ചോപ്പ് കാണുന്നതാ, ഇതും ലോൺ പെയർ ആണ്, ഇതും ബോണ്ട് പെയർ ആണ്. Okay, 4 bond pairs and 2 lone pairs with a square panel structure with 2 lone pairs directing in opposite direction from the central atom in above and below the plane. Okay, that is BRF4 minus or any intercalent ion with AB4 minus. Okay. അടുത്തെന്തായിരിക്കും? AB2 AB4, അടുത്തത് AB6 ആയിരിക്കും. AB6 അതും എന്തുണ്ടാവും? AB6 പ്ലസ് ഉണ്ടാവാം, AB6 മൈനസ് ഉണ്ടാവാം. IF6 പ്ലസ് IF6 മൈനസ് ഒക്കെ ആവശ്യം. AB6 മൈനസ് ആകുമ്പോൾ AB6 പ്ലസ് ആകുമ്പോൾ A പ്ലസും 6 ബിയും. A പ്ലസിലെ 6 ഇലക്ട്രോൺ, 6 ബിയിൽ 6 ഇലക്ട്രോൺ, that is equal to 12, that is equal to 6 pairs. Isn't it? 6 pairs. So you can see that there are 6 pairs. So hybridization will be sp3d2. 2 3 5 6. സ്ട്രക്ചർ എന്തായിരിക്കും? വളരെ സിമ്പിൾ ആണ്. AB6 പ്ലസ് A സെൻട്രൽ ഉണ്ടാവും. ഇതിന് ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം, 6 പേരില് 6 ബ്രോമിൻ ഉണ്ട്, 6 ബി ഉണ്ട്, 6 ബിയും 6 പേർ എന്ന് പറഞ്ഞാല് എല്ലാം എന്താണ്? ഓൾ ആർ എസ് ബോണ്ട് പേഴ്സ് ആൻഡ് നോ ലോൺ പേഴ്സ്. 6 ബോണ്ട് പേഴ്സ് ആൻഡ് 0 ലോൺ പേഴ്സ് ആയിരിക്കും. സ്ട്രക്ചർ എസ്, A at the center, D, B, D, D, and the other B here and the last B there, like this. This is AB6 or IF6 plus. നമ്മൾ IF5 പഠിച്ചിട്ടുണ്ട് ഗവൺമെന്റ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് IF5 എന്ന് പറഞ്ഞാൽ IF5 or BRF5. IF5 നമ്മുടെ സ്ട്രക്ചർ പഠിച്ചത് അവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ആവും. Iodine സെൻട്രൽ, this is iodine and there are 5 fluorines. നിങ്ങൾ ബാക്കോട്ട് നോക്കിയാൽ മനസ്സിലാവും. എവിടെയെങ്കിലും നോട്ട് എഴുതി വെച്ചോ അല്ലെങ്കിൽ പഴയ വീഡിയോ നോക്കിയാൽ IF5ഉം ഒരു ലോൺ പെയറാണ്. ദിസ് ഈസ് IF5, ദിസ് ഈസ് IF6 പ്ലസ്. എന്താ വ്യത്യാസമുള്ളത്? ഇവിടെയുള്ള ലോൺ പെയറിന്റെ കൂടി IF5ന്റെ കൂടി എന്താ ചേരേണ്ടത്? ഒരു F പ്ലസും കൂടി ചേർന്ന് എന്താവും? IF6 പ്ലസ് ആവും. F പ്ലസ് ഇവിടെ വരുന്ന പോലെ തന്നെ ഇവിടെ ഒരു F വന്നാൽ ഈ ലോൺ പെയർ ബോണ്ട് പെയർ ആയി മാറും. എന്തായി? ഇതുപോലെ IF6 ആയി. This is IF6 plus. IF6 അല്ല, ശ്രദ്ധിക്കുക, IF6 plus ആണ്. ബിക്കോസ് IF5ന്റെ കൂടെ ആണ് ഒരു F പ്ലസ് ചെയ്യുക. IF5 നേരത്തെ നമ്മൾ കണ്ടു, അത് സ്ക്വയർ പിരമിഡ് ആണ്. ആ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ പ്ലെയിനിൽ ഒന്ന് മേലെ, അത് താഴെ ലോൺ പെയറിന്റെ സ്ഥാനത്ത് വേറെ F കൂടി വന്നാൽ എന്തായി? അത് IF6 പ്ലസ് ആയി. അത്രയേ ഉള്ളൂ. ഓക്കെ, അവിടെ വരുന്നത് F ഇലക്ട്രോൺ എണ്ണം കൂടുതലാണ്, ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് F പ്ലസ് വരുന്നത്. ഓക്കെ, ലോൺ പെയർ അങ്ങ് ഷെയർ അപ്പൊ ലോൺ പെയർ എന്തായി മാറും? ബോണ്ട് പെയർ ആയി മാറും. F പ്ലസിന് 6 ഇലക്ട്രോൺ ഉണ്ട്. ഈ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുമ്പോൾ അതിന് കിട്ടും, ഫ്ലൂറിന് കിട്ടും. അതിന് നേരത്തെ ആവശ്യമായ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്, ഇന്റർ ഹാലജൻ അയോൺസ്, കാറ്റയോൺസ് ഓർ അയോൺസ് സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റും. വളരെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് പല അപ്രോച്ച് ഉണ്ട്. ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയത് നമ്മൾ എന്താണ്? ആ ഹാലജനോ അല്ലെ ഹാലജൻ പ്ലസോ ഹാലജൻ മൈനസ്, കാറ്റയോൺ അയണോ നമുക്ക് ഹാലജൻ പ്ലസോ ഹാലജൻ മൈനസ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം വരക്കുക. അതിനുശേഷം എത്ര ഹാലജനായിട്ടുമായിട്ട് ബോണ്ട് ചെയ്ത് നോക്കുക, അത്ര ലോൺ പെയർ ഉണ്ടാക്കാൻ മാത്രം അതിന് അൺപെയർ ചെയ്യിക്കുക. എന്നിട്ട് അതിന് ഓരോ ഇലക്ട്രോൺ അങ്ങനെ കിട്ടുന്നത് നോക്കുക, മൊത്തം എത്ര പെയർസ് ഉണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് ഹൈബ്രിഡേഷൻ പ്രെഡിക്റ്റ് ചെയ്യുക, ലോൺ പെയർസും ബോണ്ട് പെയർസും പ്രെഡിക്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് അതിന്റെ സ്ട്രക്ചർ കൃത്യമായി പറയാൻ പറ്റും. ഒന്നുകിൽ എന്തായിരിക്കും? ഒന്നുകിൽ sp3 അല്ലെങ്കിൽ sp3d അല്ലെങ്കിൽ sp3d2 അല്ലെങ്കിൽ sp3d3 മാക്സിമം. AB6 മൈനസ് അങ്ങനെ എന്തായിരിക്കും? sp3d3 ആയിരിക്കും. മനസ്സിലായില്ല? sp3d2 അങ്ങനെ എന്തുണ്ടാവുക? ഒരു പേർ കൂടി കൂടുതൽ ഉണ്ടാവും. അപ്പൊ എന്താവും? അത്
അവനെ കൂടി പറഞ്ഞ കാര്യം ഇപ്പം നിർത്തിക്കളയാം. AB6 മൈനസ് AB6 മൈനസ് എന്ന് പറഞ്ഞാൽ 8 ഉം 6 14